അല്ല സിന്ധു ചേച്ചി, നിങ്ങൾക്ക് കുംഭമേളയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ നാക്കാണല്ലോ. 100% ലിറ്ററസി സർ എന്നൊക്കെ പറയാ ഭയങ്കര നാവാണല്ലോ സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഏഷ്യനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക സിന്ധു സൂര്യകുമാർ. ഈ സിന്ധു ചേച്ചി എന്ത് പറഞ്ഞാലും കൊണ്ട് പരാതി കൊടുക്കുന്ന ആളാണേ. ആർക്കെതിരെയും പരാതി കൊടുക്കാൻ സിന്ധു ചേച്ചിക്ക് ഒരു മടിയുമില്ല. അതാണ് മിണ്ടിയ പരാതി കൊടുക്കണം. ഒരുമാതിരി കൊച്ചു പിള്ളേരെ, വെകളി പിടിച്ച കൊച്ചു പിള്ളേരെ പോലെ. എന്നാലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ നേരോടെ നിരന്തരം നിർഭയം പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് ഏഷ്യനെറ്റ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഏതൊക്കെ ചാനലുകൾ വന്നാലും, ഏതൊക്കെ മുൻനിര ചാനലുകളും ഇനി ത്രീ കർട്ടർ ചാനലുകൾ വന്നാലും, എന്തൊക്കെ പങ്കിളികളും അവിഹിതങ്ങളും അല്ലാത്ത കഥകളും ഒക്കെ കൊണ്ടുവന്നാലും റേറ്റിങ്ങിൽ ഒന്നാമത് നമ്മുടെ ഏഷ്യനെറ്റ് തന്നെയാണ്. അതിൽ ഒരു തർക്കവും നമുക്കില്ല. കാരണം അത്യാവശ്യം കൊള്ളാവുന്ന വാർത്തകളൊക്കെ, അത്യാവശ്യം ജനങ്ങൾ അറിയാവുന്ന വാർത്തകളൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നുണ്ട് ഏഷ്യനെറ്റ്. അതുകൊണ്ട് തർക്കവുമില്ല. അക്കാര്യത്തിൽ ഒരു തർക്കവും നമുക്ക് പറയാനില്ല. അവിടെ ജോലിക്ക് മാധ്യമപ്രവർത്തകരെ എടുക്കുമ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരെയാണ് ജോലിക്ക് എടുക്കുന്നത്. ഇംഗ്ലീഷ് അറിയണം, ഹിന്ദി അറിയണം, ഉറുദു, കന്നഡ, എത്ര ഭാഷ അറിയാമോ അത്രയും നല്ലതാണ്. അപ്പോൾ അവിടെയൊക്കെ ഇൻ്റർവ്യൂ പോയിട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് റെക്കമെൻഡേഷൻ വഴി ഒരുപാട് പേര് കയറിയിട്ടുണ്ടേ. അല്ലാതെയൊക്കെ ഒരു ജോലി കിട്ടുക അതിൻ്റെ അകത്തെന്നൊക്കെ പറയുന്നത് സർക്കാർ ജോലിയെക്കാട്ടിലും കഠിനമെന്നൊക്കെയാണ് പറയുന്നത്. IAS നമുക്ക് ഇതിലും എളുപ്പത്തിൽ എഴുതിയെടുക്കാം. പക്ഷെ അവിടെ ജോലി കിട്ടാൻ പാടെന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് അവിടെ കിട്ടാത്തതിൻ്റെ അസൂയ കൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്നൊക്കെ. ചെറിയൊരു അസൂയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇതൊക്കെ സ്വാഭാവികമല്ലേ, മനുഷ്യനല്ലേ ഉള്ളേ. അപ്പം പറഞ്ഞു വരുന്നത്, സിന്ധു ചേച്ചി, പിള്ളേരെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് എടുക്കുന്ന പിള്ളേരെയൊക്കെ ഈ പുലിക്കളിക്കും അല്ലെങ്കിൽ വല്ല പരിപാടിക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ അവിടെ ലോകത്തുള്ള പല ആളുകളും വരും. ഇംഗ്ലീഷുകാർ വരും, ഹിന്ദിക്കാർ വരും, കന്നഡക്കാർ വരും, ഉറുദുക്കാർ വരും, പിന്നെ തുളു ഭാഷ അറിയാവുന്നവർ വരും. അങ്ങനെ ഇനി ലിപിയില്ലാത്ത വല്ല ഭാഷ ഉണ്ടെങ്കിൽ അതറിയാവുന്നവർ വരും. അപ്പോൾ അവരോടൊക്കെ ഒന്ന് മുട്ടി നിൽക്കാൻ പറ്റുന്ന ആളുകളൊക്കെ എങ്ങനെ അല്ലേ, സംസാരിച്ചൊക്കെ പറയാൻ പറ്റുന്ന, എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. ഇംഗ്ലീഷൊക്കെ ഇപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിനക്ക് ഇംഗ്ലീഷിൽ 4 വർത്താനം കടുവറ പോലെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നൊരു പറ്റത്തില്ല. പക്ഷേ നാറാൻ പോവില്ല. അറിയില്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ പോവാറില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. സിന്ധു ചേച്ചിയുടെ പിള്ളേർ എന്നാ പൊളിയാ. നാറ്റ കേസായിപ്പോയി, പറയാതിരിക്കാൻ കഴിയില്ല. ഈ വീഡിയോ കണ്ടു നോക്കേ. ഇംഗ്ലീഷ് ഓക്കേ. കണ്ടല്ലോ, ഇതിലിപ്പോൾ എന്താ ഇരിക്കുന്നേ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കണത്. അല്ല സുഹൃത്തുക്കളെ, നമ്മളീ എന്താ പറയുക, ഇംഗ്ലീഷ് ഈ നമ്മളീ നമ്മുടെ മന്ത്രിമാരെയും മറ്റ് ജനപ്രതിനിധികളെയൊക്കെ നമ്മൾ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ വാരി കോരിയിട്ട് കളിയാക്കും. മറ്റേ സുനിൽകുമാറിനെ എന്തിന്, ശിവൻകുട്ടിയാണ് സ്ഥിര ഇര. ശിവൻകുട്ടി സാബിനെയൊക്കെ അതിലും വലിയ ഇരയുണ്ട്. ഡോക്ടറേറ്റും പ്രൊഫസറും ഒക്കെ നേടി നമ്മുടെ ബിന്ദു ചേച്ചി. ബിന്ദു ചേച്ചിയൊക്കെ ഇംഗ്ലീഷ് പറയുന്ന കേട്ട ഇതിലും ഭേദം ബിന്ദു ചേച്ചിയൊക്കെയാണ്. ഈ പറയുന്നതിലും ഭേദം ബിന്ദു ചേച്ചിയൊക്കെയാണ്. ബിന്ദു ചേച്ചിയൊക്കെ വാരിയിട്ട് അലക്കും. അപ്പോൾ ഇവരും ഇട്ട് അലക്കും. ഇവർ ട്രോളിലൊക്കെ എടുത്തിട്ട് അലക്കുന്നത് കാണാം. അതായത് ഇംഗ്ലീഷ് മന്ത്രിയുടെ ഇംഗ്ലീഷ് മന്ത്രി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ട് അലക്കുന്ന കാണാം. അപ്പോൾ നിങ്ങളെയും തിരിച്ച് അലക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ല, അപ്പോൾ ഇവർ പുലിക്കളി സംഭവം പറയണമല്ലോ. പുലിക്കളി എന്താ പറയുക, ഇത് ചെയ്യാനായിട്ട്, ലൈവ് ചെയ്യാനായിട്ട് മാധ്യമപ്രവർത്തകർ 2 പേര് പോവുകയാണ്. അതിലൊരു മാധ്യമപ്രവർത്തകൻ ഇടയ്ക്ക് വലിയ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച മാധ്യമപ്രവർത്തകനാണ്. പിന്നെ എന്താ പറയുക, ഒരു വൈബൊക്കെ ഉണ്ടാക്കാൻ, പുത്തൻ വൈബ് ഉണ്ടാക്കാനായിട്ട് തൃശ്ശൂരിൽ പുലിക്കളി പിന്നെ റിപ്പോർട്ടിങ് ചെയ്യാൻ പോയി. ഒരു പെൺകുട്ടിയും ഉണ്ട് അതിൽ. എൻ്റെ പടച്ചോനെ, അവർ ഇംഗ്ലീഷ് ചോദിച്ച അവസാനം അവിടെ വന്ന ഓരോരുത്തർ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അവർ കൂടുതൽ വേണ്ട, കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും അവസാനം ഞങ്ങളുടെ ഇംഗ്ലീഷ് പോയാ, ഞങ്ങളുടെ ഇംഗ്ലീഷ് അല്ലേ ശരി, ഇതേത് ഇംഗ്ലീഷ് എന്നൊരവസ്ഥയിലായിപ്പോയി. കളിയാക്കുകയല്ല, നമുക്ക് ആരും കളിയാക്കാനുള്ള ഇതില്ല. എന്താ പറയുക, നമ്മളാരും പെർഫെക്റ്റും അല്ല. എല്ലാവർക്കും അവരുടേതായ കുറവുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, വീഴ്ചകളുണ്ട്. പക്ഷേ
നമുക്ക് മറ്റുള്ളവരെ എന്താ പറയുക, ഏഷ്യനെറ്റിലെ റിപ്പോർട്ടേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. നേരത്തെ പറയും പോലെ വെൽ ക്വാളിഫൈഡ് ആണ്. അവരെ കവച്ചു വെക്കാൻ മറ്റാരുമില്ല. ഇത് അവർ സംസാരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു മലയാളം അറിയാം. ഞങ്ങൾക്ക് കൊച്ചു കൊച്ചു മലയാളം അറിയാവൂ. പച്ച മലയാളത്തിൽ സംസാരിച്ച് കിടക്കുന്നവരായിരിക്കും. പിന്നെ പല എന്താ പറയുക, ഇതിലൊക്കെ വരുമ്പോൾ അവർ ഏഷ്യനേറ്റ് ആയപ്പോണ്ട് അവർ ഭയങ്കര സംഭവമാണ്. അവരുടെ സംസാരം, അവരുടെ രീതി, അവരുടെ പ്രവൃത്തിയൊക്കെ കണ്ടാൽ ഞങ്ങളെ ഒച്ചു വെക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ല എന്നുള്ള പറച്ചിൽ രീതിയാണ് അവർ പറയുന്നത്. ഇത് എന്താ പറയുക, ഈ ജനങ്ങളോട് എപ്പോഴും സംവദിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരും. പ്രത്യേകിച്ച് മുൻനിര ചാനൽ മാധ്യമപ്രവർത്തകരെ. കാരണം ഈ ഓൺലൈൻ മാധ്യമപ്രവർത്തകരെയൊക്കെ ഇവർക്കൊക്കെ പുച്ഛമാണല്ലോ. സത്യമായിട്ട് പുച്ഛമാണ്. കാരണം പല അവസരങ്ങളിലും നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ ബൈറ്റ് എടുക്കാനൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നീയൊക്കെ എവിടെ അങ്ങോട്ട് മാറിയില്ലേ, ഞങ്ങളുടെ ചാനൽ കാണാനാണ് ആളുകൾ കൂടുതലുള്ളത്, നിന്നെയൊക്കെ ആര് കാണാൻ, ആര് നോക്കാൻ, നിങ്ങൾക്ക് പോയേ എന്നുള്ളൊരു മട്ടിൽ പെരുമാറിയിട്ടുള്ള പല മാധ്യമപ്രവർത്തകരെയും എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ പേഴ്സണലി അത്തരമൊരു ഇതിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാതിരുന്നിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു, ഞാൻ ചാനലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി ചാനലിനേക്കാളും നല്ലത് ഓൺലൈൻ മീഡിയ ആയിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നമുക്കൊരു സത്യസന്ധമായി കുറച്ചുകൂടി വിളിച്ചു പറയാൻ നല്ലൊരു പ്ലാറ്റ്ഫോം അത് ഓൺലൈൻ മീഡിയ തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അജണ്ടകളില്ല, പരസ്യത്തിന് വേണ്ടി ആരുടെ മുന്നിലും കുനിഞ്ഞു നിൽക്കേണ്ട, കാല് പിടിക്കേണ്ട, വിധേയത്വം കാണിക്കേണ്ട, ബഹുമാനം കാണിക്കേണ്ട, നമുക്ക് തൻ്റെ ഇടത്തോടെ നട്ടെല്ല് നിവർത്തി ജോലി ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ മീഡിയകളിൽ തന്നെയാണ്. അതിലിനി ഒരു സംശയവും വേണ്ട. അത്യാവശ്യം നല്ല മാനേജ്മെൻറ്റും കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ചങ്ക് പറിച്ച് നിന്ന് സന്തോഷത്തോടെ സ്വാതന്ത്ര്യമായിട്ട് നിഷ്പക്ഷമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്യാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് കഴിയും. അവിടെയും വർക്ക് ചെയ്യുന്നത് ജേർണലിസ്റ്റാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളുടെ കാര്യം എനിക്കറിയില്ല. ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരും ജേർണലിസ്റ്റുകൾ തന്നെയാണ്. വലിയ വലിയ ചാനലുകളിൽ നിന്ന് വരെ വന്ന് മാധ്യമപ്രവർത്തനം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഇംഗ്ലീഷ് അറിയാത്തതൊരു കുറവൊന്നുമല്ല. പക്ഷേ സിന്ധു ചേച്ചി എപ്പോഴും ഇങ്ങനെ ബി.ജെ.പിയും നരേന്ദ്രമോദിയൊക്കെ ഇങ്ങനെ ഈ ചൊറിഞ്ഞിരിക്കുകയല്ലേ. 100% ലിറ്ററസി കുംഭമേളയ്ക്ക് പോയാൽ ചേച്ചിക്ക് പ്രശ്നം, മോദി അങ്ങോട്ട് തിരിഞ്ഞാൽ ചേച്ചിക്ക് പ്രശ്നം, മോദി ഇങ്ങോട്ട് തിരിഞ്ഞാൽ ചേച്ചിക്ക് പ്രശ്നം, മോദി അവിടെ പ്രസംഗിച്ചാൽ ചേച്ചിക്ക് പ്രശ്നം, ഇവിടെ പ്രസംഗിച്ചാൽ ചേച്ചിക്ക് പ്രശ്നം, ജനാധിപത്യം തകർന്നു ഇന്ത്യയിൽ, ജനങ്ങൾ തീർന്നു ഇന്ത്യയിൽ, എന്തൊക്കെയാണ് ബി.ജെ.പി കാട്ടിക്കൂടുന്നത്, എന്തൊക്കെയാണ് ചേച്ചിയുടെ പരാതികൾ. ആ പരാതികൾക്കിടയിൽ ലേശ സമയം കിട്ടുമെങ്കിൽ, ലേശം, ഒരുപാടൊന്നും വേണ്ട, ലേശ സമയം കിട്ടുമെങ്കിൽ പിള്ളേരെ വിളിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം എത്രയൊക്കെ ഈ വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാമെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? ഇംഗ്ലീഷൊക്കെ ഈസി ആയിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? വാ ഊ ഊ എന്നൊക്കെ പറഞ്ഞ് നാട്യക്കേസുകൾ ഉണ്ടാക്കാതെ ചേച്ചി പിള്ളേരെ വിളിച്ച് 4 ഉപദേശമൊക്കെ കൊടുക്കുന്നു. ഈ മോദിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമുണ്ടെങ്കിൽ പിള്ളേരോട് 4 ഇംഗ്ലീഷ് പഠിക്കാൻ പറ. എന്ത് ചേച്ചി, നാണക്കേടൊന്നും ഇല്ലെന്ന് ഇതിൽ, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ലെന്ന്. നിങ്ങൾ നേരോടെ നിരന്തരം നിർഭയമില്ല മുന്നോട്ട് പോകുമ്പോഴേ ഇതൊക്കെ കുറച്ചില്ല. അതുകൊണ്ട് പറയുന്നതാ. ചേച്ചി സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി.